രംഗത്തെത്തിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടെ ക്ഷേത്ര ദർശനത്തിനെത്തിയ രാഹുൽ ഗാന്ധിയെ അസം പോലീസ് തടഞ്ഞു. അയോധ്യയിലെ ചടങ്ങുകൾ പൂർത്തിയായ ശേഷമേ പ്രവേശനം അനുവദിക്കൂവെന്ന് പോലീസ് അറിയിച്ചതോടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. I was invited there on the 11th, and then I think they've been pressurized. So now we're asking if Gaurav can go because he's the local MP. So they're finding out. They're obviously being ordered from on top. They don't want me to go. ഭാരത് ജോഡോ ന്യായ യാത്ര ഇന്ന് വൈകിട്ട് മേഘാലയയിൽ പ്രവേശിക്കും. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, നേരത്തെ തന്നെ അനുമതി നിഷേധിച്ചത് വിവാദമായിരുന്നു. അതിനുശേഷം 3 മണിക്ക് ശേഷം പ്രവേശനം എന്ന തരത്തിലേക്കൊക്കെയാണ്. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി പോവുകയായിരുന്നു പ്രതിഷേധം അറിയിച്ച ശേഷം. അനുജ, ഇന്ന് രാവിലെ 8:15 കൂടിയാണ് ഈ ക്ഷേത്രം സന്ദർശിക്കാൻ ഭാരത് ജോഡോ യാത്രയുടെ ഷെഡ്യൂളിൽ തീരുമാനിച്ചിരുന്നത്. ഇതനുസരിച്ച് നേരത്തെ തന്നെ ഈ സത്രം അധികൃതരുമായി ബന്ധപ്പെടുകയും അവർ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. 1000-ഓളം പേർ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഇന്നലെ രാവിലെ ഹിമന്ത ബിശ്വ ശർമ്മയാണ് ഈ സന്ദർശനം ഒഴിവാക്കണമെന്നും അത് അയോധ്യ ഈ പ്രാണപ്രതിഷ്ഠ സമയത്ത് ഇത്തരത്തിൽ സന്ദർശനം നടത്തുന്നത് പ്രശ്നങ്ങൾക്ക് ഇടവെക്കുമെന്നതടക്കമുള്ള പ്രസ്താവന നടത്തുകയും തുടർന്ന് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ ക്ഷേത്രത്തിൻ്റെ അധികൃതർ ഈ സന്ദർശനം വൈകിട്ട് 3 മണിക്ക് ശേഷത്തേക്ക് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. എന്നാൽ മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ ഇന്ന് സന്ദർശനം നടത്താനായി രാഹുൽ ഗാന്ധിയും സംഘവും ഇറങ്ങിയ ഉടൻ തന്നെ പോലീസ് തടയുകയായിരുന്നു. ഈ ഭട്ടാദ്രവ സത്രത്തിൻ്റെ ഏതാണ്ട് 17 കിലോമീറ്റർ അകലെ വെച്ചാണ് രാഹുൽ ഗാന്ധിയെ തടഞ്ഞത്. തുടർന്നാണ് പോലീസുമായി വാക്തർക്കം ഉണ്ടായത്. ഈ പ്രദേശം നൗഗാവിലെ MP ആയ ഗൗരവ് ഗൊഗോയെ മാത്രം സന്ദർശിക്കാൻ അനുവദിക്കാമെന്ന നിലപാടാണ് പോലീസ് എടുത്തത്. എന്നാൽ തങ്ങൾക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് എന്നും എന്തിൻ്റെ പേരിലാണ് തടയുന്നത് എന്നതടക്കമുള്ള ചോദ്യം രാഹുൽ ഉന്നയിച്ചു. എന്നാൽ പോലീസ് യാതൊരു വിധത്തിലും വഴങ്ങാൻ തയ്യാറാകാതിരുന്നതോടെയാണ് പ്രതിഷേധവുമായി രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ജയറാം രമേശും അടക്കമുള്ളവർ റോഡിൽ കുത്തിയിരുന്നത്. തുടർന്ന് ഗൗരവ് ഗൊഗോയ് ക്ഷേത്ര സന്ദർശനം നടത്തി പ്രസാദവുമായി മടങ്ങിയെത്തി. അത് വിതരണം ചെയ്ത ശേഷം പിന്നീട് യാത്ര മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കാരണം യാത്രയുടെ മറ്റിടങ്ങളിലുള്ള സമയക്രമങ്ങളിൽ വരെ മാറ്റം വരുത്തേണ്ടി വരും. 3 മണിവരെ ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ തങ്ങുകയാണെങ്കിൽ എന്നുള്ളതിനാലാണ് തുടർന്ന് മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തത്. കടുത്ത വിമർശനം മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്കെതിരെയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഒരാൾ മാത്രം ക്ഷേത്ര ദർശനം നടത്തിയാൽ മതി എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. ഇത് മനഃപൂർവ്വം ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കാനായി BJPയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുകയാണ് എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇന്ന് അല്പസമയത്തിനകം തന്നെ ഭാരത് ജോഡോ യാത്ര അസമിൽ നിന്നും മേഘാലയയിലേക്ക് കടക്കും. വീണ്ടും തിരിച്ച് അസമിലേക്ക് മടങ്ങി വരാനാണ് ഈ ഭാരത് ജോഡോ യാത്രയുടെ അടുത്ത ദിവസങ്ങളിലെ പരിപാടി. ശരി അനുജ, ഭട്ടദ്രവ ആശ്രമം അത് സന്ദർശിക്കാൻ ഉള്ള അനുമതി നിഷേധിച്ചു. തുടർന്ന് പ്രതിഷേധിച്ച ശേഷം മേഘാലയയിലേക്ക് യാത്ര പ്രവേശിച്ചു.